ഹലോ നമസ്കാരം. നമ്മൾ ഈ ഒരു ജേണിയിലേക്ക് വരുന്ന സമയത്ത് ഞാനും ആദ്യമൊക്കെ കേട്ടിട്ടുള്ള ഒരു വേർഡാണ് ഫോൾസ് ടിൻ ഫ്ലെയിം എന്ന്. ആക്ച്വലി അങ്ങനെ ഒരു വേർഡ് ഉണ്ടോ, അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള ഒരു ടിൻ ഫ്ലെയിം ഉണ്ടോ എന്ന് വെച്ചാൽ, ഒരു ടിൻ ഫ്ലെയിം എന്ന് പറയുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള, അത്രയും പ്യുവർ ആയിട്ടുള്ള, ഡിവൈൻലി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതിന് സമാനമായിട്ടൊരു ഫോൾസ് റിലേഷൻഷിപ്പ് ഉണ്ടാകുമോ എന്നുള്ളത് ഞാൻ എൻ്റെ തുടക്കകാലത്തൊക്കെ ഒരുപാട് ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ആലോചിച്ചിട്ടുണ്ട്. ശരിക്കും അതൊരു തെറ്റായ കൺസെപ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഫോൾസ് ടിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദം ഉപയോഗിക്കാമെന്നല്ലാതെ അങ്ങനെ ഒരു ടിൻ ഫ്ലെയിംസ് ഇല്ല എന്നുള്ളതാണ്. ഇതിനെ ഒരു റൈറ്റായിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് ഈ ഒരു ടിൻ ഫ്ലെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടിൻ ഫ്ലെയിമിനെ പോലെ തോന്നുന്ന ചില റിലേഷൻഷിപ്സ് എന്നുള്ളതാണ്. അതായത് അതൊരു കാർമിക് ആയിരിക്കും, ആക്ച്വലി ലെസൺസ് മാത്രമായിരിക്കും അവരിൽ നിന്ന് നമ്മൾക്ക് കിട്ടുക. അപ്പോൾ നമ്മളതിനെ ഒരു ഫോൾസ് ടിൻ ഫ്ലെയിം എന്നിവിടെ ഉപമിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അതിന് ശേഷം റിയൽ ആയിട്ടുള്ള, അതായത് ഈ ഒരു കാർമിക് ആയിട്ടുള്ള ഈ ഒരു ഫോൾസ് ആയിട്ടുള്ള ഈ ഒരു വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് ലെസൺസ് ഒക്കെ ലേൺ ചെയ്ത് മേ ബി സ്പിരിച്വലി കുറച്ച് മുന്നോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ ട്വിൻ ഫ്ലെയിം, റിയൽ ട്വിൻ ഫ്ലെയിമിനെ, അതായത് ആ ഒരു ട്വിൻ ഫ്ലെയിമാണ് ഉള്ളത്, ആ ഒരു ട്വിൻ ഫ്ലെയിമിനെ നമ്മൾ കണ്ടുമുട്ടും എന്നുള്ളൊരു കൺസെപ്റ്റ് പ്രകാരമാണ് ഈ ഫോൾസ് ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞൊരു ആശയം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പിനെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുടക്കത്തിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അട്രാക്ഷനും വളരെ ഡീപ്പായിട്ടുള്ളൊരു ഒബ്സഷനൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു ബന്ധത്തിൽ നമുക്ക് കൺഫ്യൂഷൻ, അതുപോലെ തന്നെ ജലസി, ഡ്രാമ, ഇതൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരാൾ ഇമോഷണലി ഹേർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു ട്വിൻ ഫ്ലെയിമിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അതിൽ പീസ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ സെപ്പറേഷനിലേക്ക് പോവുകയും ആ ഒരു സെപ്പറേഷൻ പെർമനൻ്റ് ആയി പോകാനുള്ള ചാൻസാണുള്ളത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു ലൈഫ് ലെസൺ അതിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആക്ച്വലി ഒരു റിയൽ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് സ്പിരിച്വൽ ബിലീഫ് പ്രകാരം ഒരു സോൾ മിററായിട്ടുള്ളൊരു കണക്ഷനാണെന്ന് നമ്മൾ പറയാം. ബിക്കോസ് ആ ഒരു റിയൽ വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ എന്നതിനേക്കാൾ ഉപരി അയാളുടെ ലൈഫിൽ സ്പിരിച്വലായിട്ടുള്ളൊരു ഗ്രോത്ത് നമ്മുടെ ലൈഫിലും അയാളുടെ ലൈഫിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷനാണ് നമുക്ക് നടത്തുക. അപ്പോൾ സമയത്തോടൊപ്പം തന്നെ കടന്നു പോകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പീസ് ഉണ്ടാവുകയാണ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ എനർജി കണക്ഷൻ എന്ന് പറയുന്നത് അവിടെ വളരെ സ്ട്രോങ് ആയിരിക്കുന്നതുകൊണ്ട് ടെലിപ്പതി, ഇൻറ്റ്യൂഷനൊക്കെ ഹൈ ലെവലായിരിക്കും ട്വിൻ ഫ്ലെയിംസിനെ സംബന്ധിച്ച്. ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുമ്പോൾ ഒരു ഫോൾസ് ട്വിൻ ഫ്ലെയിം എന്ന് പറയുമ്പോൾ ഒരു ലെസൺ മാത്രമാണ് നമ്മൾ അതിൽ നിന്ന് പഠിക്കുക. റിയൽ ട്വിൻ ഫ്ലെയിംസിനെ സംബന്ധിച്ച് ഒരു ലോങ് സ്പിരിച്വൽ ഗ്രോത്ത് ആണ് നമുക്ക് ആ ഒരു ജേണിയിൽ നിന്നും കിട്ടുക. ഇവിടെ ഓർക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു ഫോൾസ് ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ കൺസെപ്റ്റ് ഒന്നുമല്ല. അത് ഓരോ റിലേഷൻഷിപ്സും ഹെൽത്തി ആയിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ട്വിൻ ഫ്ലെയിം എന്നുള്ള വേർഡായിക്കോട്ടെ, എന്ത് കാർമിക് എന്നുള്ള വേർഡായിക്കോട്ടെ, പക്ഷേ ഇവിടെ എന്താ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്, ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുമെങ്കിൽ ആ റിലേഷൻഷിപ്പ് വളരെയധികം ഹെൽത്തി ആയിരിക്കണം എന്നുള്ളതാണ്. എന്തെങ്കിലും തരത്തിലുള്ളൊരു സയൻസിൻ്റെ ബേസിലൊന്നും നമുക്കൊരു ഫോൾസ് ട്വിൻ ഫ്ലെയിം ആണോ നമ്മുടെ കൂടെയുള്ളതെന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേ ബി കുറച്ചൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ചില സയൻസൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ടു ഫാസ്റ്റ് കണക്ഷൻ ഉണ്ടായിരിക്കും, ഭയങ്കര ഓവർ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും. ബട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, നമ്മൾക്ക് ഒരു സ്ട്രെസ്സും ആങ്സൈറ്റി, ഒരു പീസില്ലായ്മയൊക്കെ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഡ്രാമ ഭയങ്കര കൂടുതലായിരിക്കും. ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ ആർഗ്യുമെൻറ്റ്സും വലിയ ഇമോഷണൽ ഫൈറ്റ്സൊക്കെ ഇത്തരം റിലേഷൻഷിപ്സിൽ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഇമോഷണൽ പെയിൻ, അതായത് ഒരാൾ മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്നത് റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഒരു വൺ സൈഡഡ് മാത്രമായിരിക്കും ഒരു എഫേർട്ട് ഉണ്ടായിരിക്കുക. മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു കൺട്രോൾ എന്ന് പറയുന്നത് ഭയങ്കര മാക്സിമത്തിൽ പോയി അതൊരു ജലസി, പൊസസീവ്നെസ്, കൺട്രോളിൻ്റെ ഒക്കെ അങ്ങേറ്റം എത്താനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഒരു സ്പിരിച്വൽ കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവുന്നുള്ളതാണ്. ഇത് ട്വിൻ ഫ്ലെയിം ആണോ അല്ലയോ, കൺഫ്യൂഷൻ മൈൻഡ് എപ്പോഴും ഇങ്ങനെ സഡൻ വർക്കായിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കും. പലപ്പോഴും ഇതൊരു ഷോർട്ട് പീരീഡ് മാത്രമായിരിക്കും ഇത്തരം വ്യക്തികൾ വരുന്നുണ്ടെങ്കിൽ. ലൈഫ് ലെസൺ എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിൽ സ്വയം സെൽഫ് റെസ്പെക്റ്റ് പഠിക്കുക, അതുപോലെ തന്നെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, സെൽഫ് ലവ് പഠിക്കുക, ഇതൊക്കെ ഈ ഒരു ഫോൾസ് ട്വിൻ ഫ്ലെയിം നമ്മുടെ ലൈഫിൽ വരുന്നത് മുഖേന, അല്ലെങ്കിൽ ഈ ഒരു കാർമിക് ആയിട്ടുള്ളൊരു റിലേഷൻ കടന്നു വരുന്ന മുഖേനയൊക്കെ നമ്മൾ പഠിക്കുന്ന നോർമൽ ലെസൺസ് തന്നെയാണ്. ഒരു പെർമനൻറ്റ് സെപ്പറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫോൾസ് ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിൽ സാധ്യമായിരിക്കും. കാരണം അവർ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവരങ്ങനെ ആ വഴിക്ക് പോകുന്നുള്ളതാണ്. ഒരു സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഫോൾസ് ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസൺ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരാളാണ്.
നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ഫോൾസ് ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ അയാൾ നമ്മുടെ ലൈഫിൽ എത്ര കാലം ഉണ്ടാകും എന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് ആക്യുറേറ്റായിട്ട് പറയാനൊന്നും സാധിക്കില്ല. ചിലപ്പോൾ കുറച്ച് മാസങ്ങളായിരിക്കാം, ചിലപ്പോൾ ഒരു 1-2-3 ഇയേഴ്സ് ഒക്കെ ആയിരിക്കാം. റെയർ കേസിൽ അതൊരു 5 ഇയേഴ്സ് വരെയൊക്കെ നീണ്ടുപോയതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ പൊതുവേ ഒരു പെർമനൻറ്റ് റിലേഷൻഷിപ്പായിട്ട് അത് മാറാറില്ല എന്നുള്ളതാണ് ചാൻസ് കൂടുതൽ. കാരണം ലെസൺ പഠിപ്പിക്കാൻ വരുന്ന എല്ലാ കണക്ഷൻസും അങ്ങനെയാണ്. അത് കഴിയുമ്പോൾ നമ്മളുടെ അടുത്ത് നിന്ന് ഡിസ്കണക്റ്റഡ് ആവും ഓട്ടോമാറ്റിക്കലി. ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ഫോൾസ് ട്വിൻ ഫ്ലെയിം പോയതിന് ശേഷം ഒരു റിയൽ ട്വിൻ ഫ്ലെയിമിൻ്റെ എൻട്രി ഉണ്ടാകുമോ? അപ്പോൾ അത് നമ്മളൊരു സ്പിരിച്വൽ വേയിൽ പറയുകയാണെങ്കിൽ മേ ബി ഫോൾസ് ആയിട്ടുള്ള ഒരു ട്വിൻ ഫ്ലെയിം വരാം. അതിലൂടെ നമ്മൾ കുറച്ചും കൂടെ ഗ്രോത്ത് ആയിട്ടുണ്ടാകും. ബിക്കോസ് നമ്മൾ കുറച്ച് സെൽഫ് ലവും ബൗണ്ടറീസും കുറച്ച് ഹീലിങ്സും ഒക്കെ നമ്മൾ ചെയ്യാനായിട്ട് സ്വമേധയാ പഠിച്ചിട്ടുണ്ടാകും. സോ അതുകൊണ്ട് തന്നെ ഒരു റിയൽ ട്വിൻ ഫ്ലെയിം ലൈഫിൽ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു സ്പിരിച്വൽ, അതായത് നമ്മളെക്കാൾ മുമ്പ് സ്പിരിച്വൽ അവേക്കണിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ അവേക്കണിങ്ങളായിട്ടുള്ള സ്പിരിച്വൽ ടീച്ചേഴ്സിനോ ഗുരുക്കന്മാരെന്നോ ഒക്കെ നമുക്ക് പറയാം. അവരൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതൊരു ഫോൾസ് ട്വിൻ ഫ്ലെയിം ആണ് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വ്യക്തിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാംനെസ് അല്ല, നിങ്ങൾക്ക് അതേപോലെ ഒരു ആങ്സൈറ്റി ആണോ ഫീൽ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ റിപ്പീറ്റഡ്ലി നിങ്ങൾക്ക് ഇടയിൽ ബ്രേക്കപ്പ് സൈക്കിൾ ഉണ്ടോ, എന്നിട്ട് നിങ്ങളതിനെ പാച്ചപ്പ് ചെയ്യുക, വീണ്ടും ആ ഒരു ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ. അതേപോലെ റെസ്പെക്റ്റ് കുറവുണ്ടോ, മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ലായ്മ ഉണ്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രോത്തിന് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ നിൽക്കുന്നുണ്ടോ. അതായത് നമ്മുടെ ലൈഫ് സ്ലോലി ആണെങ്കിലും പ്രോഗ്രസ്സിലേക്ക് പോകുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ നിങ്ങളത് നോക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ലവ് എന്ന് പറയുന്നത് എപ്പോഴും വൺ സൈഡഡ് ആയിട്ടുള്ളൊരു എഫേർട്ടാണോ എടുക്കുന്നത്. അപ്പോൾ ഇവൻച്വലി ഒരു ലെറ്റിംഗ് ഗോ, അല്ലെങ്കിൽ ഒരു ദിവസം കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാനായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉറപ്പിക്കാം, ദിസ് ഇസ് നോട്ട് എ ട്വിൻ ഫ്ലെയിം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ഫോൾസ് ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ചിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഡിവൈൻ.